comment and subscribe. ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ട്യൂട്ടറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സുകാരുടെ ഫസ്റ്റ് പോർഷൻ നമ്മൾ ഒരു പാർട്ട് 1 അവിടെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ബാക്കിയാണ് പറയാൻ പോകുന്നത്. ബേസിക് സയൻസിലെ ചെയിൻ ഓഫ് ലൈഫിൻ്റെ ബാക്കി പോർഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് എവിടെയായിരുന്നു? ഫുഡ് കാർഡ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് അല്ലേ. അപ്പോൾ ആ ഫുഡ് കാർഡ് മുതൽ ബാക്കി പറയാം. അപ്പോൾ ഫുഡ് കാർഡ് നോക്കുമ്പോൾ നമ്മൾ ലൈൻ ബൈ ലൈനായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾ ഓരോന്നോരോന്ന് പഠിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നീണ്ടു പോകുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കാർഡ് എന്ന് പറയുന്നത് ദ ഫുഡ് കാർഡ്സ് ഓഫ് 2 ക്രിയേച്ചേഴ്സ് ആർ ഷോൺ ഇൻ പിക്ചർ. അപ്പോൾ ഫുഡ് കാർഡ് എന്ന് വെച്ചാൽ ഒരു ജീവി കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് നിങ്ങൾ എഴുതണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ കാക്കയുടെ തന്നിട്ടുണ്ട്. കാക്ക സ്മോൾ ക്രിയേച്ചേഴ്സിന്, കാക്ക മിക്കതും എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുന്ന ഒരു ഇതാണ് അല്ലേ, വേസ്റ്റ് ഫുഡ്സൊക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ കാക്ക കഴിക്കുന്നത് എന്താണെന്ന് അവിടെ അടിയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അത് അടിയിൽ അപ്പുറത്ത് തന്നെ നമുക്ക് ഗോട്ടിൻ്റെ തന്നിട്ട് ഒരു ആടെന്തൊക്കെ കഴിക്കാം, ഗ്രാസ് കഴിക്കാം, ലീവ്സ് കഴിക്കാം, ഗ്രെയിൻസ് കഴിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ല. അതായത് എന്തൊക്കെയാണ് ഒരു ആട് കഴിക്കാമെന്ന് തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിയിൽ നിങ്ങളോട് 2 ക്രിയേച്ചേഴ്സിൻ്റെ ഫുഡ് കാർഡ് എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും 2 ക്രിയേച്ചേഴ്സ്, ഇപ്പോൾ പൂച്ചേനെ എടുക്കാം. പൂച്ച എടുക്കുകയാണെങ്കിൽ എന്ത് എഴുതാം? ക്രിയേച്ചർ ക്യാറ്റ് എന്നെതിരെ നമുക്ക് എഴുതാം. അത് കഴിക്കുന്നത് പാല് കുടിക്കും, മിൽക്ക് കഴിക്കും, ഫിഷ് കഴിക്കും, ചിക്കൻ കഴിക്കും. അതൊക്കെ നമുക്ക് പൂച്ചയുടെ എഴുതാം. അതേപോലെ തന്നെ ഒരു കൗവിൻ്റെ പശുവിൻ്റെ എടുത്തു കഴിഞ്ഞാൽ പശു നമുക്ക് പുല്ല് കഴിക്കുന്നു, ലീവ്സ് കഴിക്കുന്നു, ഗ്രെയിൻസ് കഴിക്കുന്നു. ആടിൻ്റെ പോലെ തന്നെ നമുക്ക് പശുവിനെ എഴുതാം. അപ്പോൾ അങ്ങനെ 2 ക്രിയേച്ചേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇഫ് ദ നമ്പർ ഗോസ് അപ്പ് ഓർ ഡൗൺ. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരാളുടെ, ഇപ്പോൾ അവിടെ ലയൺ അല്ലെങ്കിൽ ഒരു ടൈഗർ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഓർഗാനിസംസ് ഇല്ലാണ്ടാവുകയാണെങ്കിൽ അവിടെ എന്താണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. എക്സാമിൻ ദ ഫുഡ് വെബ്. നിങ്ങൾ ഫുഡ് വെബ് നോക്കൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിയിൽ കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ടൈഗേഴ്സ് ഡിസപ്പിയർ ഫ്രം ദിസ് ഹാബിറ്ററ്റ്. അപ്പോൾ അവിടെ നിന്ന് ടൈഗർ ഇല്ലാണ്ടായി എന്തുണ്ടാവുക? ടൈഗർ ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ മാനിനെ കഴിക്കാൻ ആരും ഉണ്ടാവില്ല, മാനിൻ്റെ എണ്ണം കുറേ ആവും. ഇപ്പോൾ വൂൾഫിനെ കഴിക്കാൻ ആരും ഉണ്ടാവില്ല, അത് അവരൊക്കെ എണ്ണം ഭയങ്കര കൂടുതലാവും. ഓക്കെ, അപ്പോൾ വിച്ച് ഓർഗാനിസം വിൽ ഇൻക്രീസ് ഇൻ നമ്പർ. അപ്പോൾ ആരായിരിക്കും അവിടെ നമ്പർ കൂടുക? മാനിൻ്റെ നമ്പർ കൂടാം, വൂൾഫിൻ്റെ നമ്പർ കൂടാം അല്ലേ. അതായത് ടൈഗർ കഴിക്കുന്ന ജീവികളുടെ എണ്ണം കൂടും. അപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ഡിയർ പോപ്പുലേഷൻ ഇൻക്രീസ്. അപ്പോൾ ഇങ്ങനെ മാനിൻ്റെ നമ്പർ കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാന് കുടിക്കാൻ വല്ല പ്രശ്നമുണ്ടോ? ഉണ്ട്, പ്രശ്നമുണ്ട്. മാന് കുറേ പുല്ലും കുറേ ചെടികളൊക്കെ തിന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ചെടികളില്ലാണ്ടാവും. ഓക്കെ, അപ്പോൾ മാനിൻ്റെ നമ്പർ കൂടിക്കഴിഞ്ഞാലും പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ വൈ ടൈഗർ കൺസർവ്. അപ്പോൾ ഈ ടൈഗറിനെ കൺസർവ് ചെയ്യേണ്ടത് ആവശ്യമാണോ? അപ്പോൾ വൈ ടൈഗർ. അപ്പോൾ നിങ്ങളിത് വെച്ച് വരില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ടൈഗറിനെ കൺസർവ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതാണത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ദ ഇൻവാഡേഴ്സ് എന്ന് പറയുന്ന, അപ്പോൾ ഇൻവാഡേഴ്സ് വെച്ചാൽ വേറൊരു കൺട്രി, അതായത് പുറത്ത് നിന്ന് നമ്മളവിടേക്ക് കൊണ്ടുവരുന്നതിനാണ് ഇൻവാഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ആഫ്രിക്കൻ കാറ്റ് ഫിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു മീനിനെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പാരഗ്രാഫിൽ. ആഫ്രിക്കൻ കാറ്റ് ഫിഷ്, ഇത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഈ ഒരു മീൻ. ഈ മീൻ എന്ത് ചെയ്തു? ഇപ്പോൾ നമ്മളിവിടെ കേരളത്തിൽ കാണാൻ പറ്റും. ആരോ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇപ്പോൾ കേരളത്തിൽ കാണാൻ പറ്റും. ഈ കേരളത്തിൽ ചെറിയ ഈ മീൻ പെട്ടെന്ന് പെറ്റ് പിരുകുന്ന ഒരു മീനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്ന ഈ മീനിൻ്റെ ഒരു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീൻ ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ തിന്നും. ഈ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ തിന്നിട്ടുണ്ടെങ്കിലോ നമ്മളിവിടുത്തെ മീനുകളൊക്കെ ഇല്ലാണ്ടാവും. പക്ഷേ ഈ മീനെ തിന്നാൻ വേറെ ഒരു മീന് പറ്റുകയില്ല. അപ്പോൾ ഈ മീന് ഡിസ്ട്രോയ് ആവുകയില്ല, പക്ഷേ ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു മീനൊക്കെ മരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ഇൻവാഡർ, ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ഒരു ഇൻവാഡറാണ്, പുറത്തുനിന്ന് വന്ന ഒരു മീനാണിത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കേരളത്തിലെ പോൺസിലും ഇങ്ങനെ വാട്ടർ ബോഡീസിലൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ കൂടുതൽ നമ്പറായിട്ട് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതൊരു ഇൻവാഡറാണ്. പിന്നെ ഇതുപോലത്തെ വേറെ ഏതെങ്കിലും ഓർഗാനിസംസിന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് എഴുതാൻ പറയുന്നത്, അടിയിൽ എഴുതാൻ പറയുന്നത്. ഫൈൻഡ് ഔട്ട് ഇഫ് യുവർ ലൊക്കാലിറ്റി ഹാസ് എനി ഓഫ് ദിസ് ഇൻവാസീവ് ഓർഗാനിസംസ് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് വേറൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് അറിയുമോ? ഐക്കോർണിയ എന്ന് പറയുന്ന ഒരു സംഭവം. കുളവാഴ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ കുളവാഴ നമ്മൾ ഇവിടുത്തെ സാധനമല്ല, അത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. പുറത്തുനിന്ന് ബംഗാൾ അവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ കേരളത്തിലുണ്ട്. ഈ കുളവാഴ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കുളത്തിലുള്ള മീനുകളൊക്കെ മരിക്കാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും ഇതുപോലത്തെ ഒരു ഇൻവാർട്ടറാണ്. ഇൻവാർട്ടർ എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ജസ്റ്റ് വേറെ ഒരു സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ പെരുകിയിട്ട് ഇതിങ്ങനെ ഭയങ്കര വലുതാവുന്നൊരു ഓർഗാനിസം. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് പ്രശ്നക്കാരനായിരിക്കും. അങ്ങനത്തെ അവരാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവാർഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ അടിയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കളക്ട് ചെയ്യൂ ഇൻഫോർമേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു കാർട്ടൂണാണ് തന്നിട്ടുള്ളത്. ഇനി അതിന് അടി തന്നിട്ടുണ്ട് ഫുഡ് റിലേഷൻഷിപ്പ് നമ്മൾ മുന്നത്തെ എന്താ പറയുക പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫുഡ് വെബ് എന്താണ്, ഫുഡ് ചെയിനും നമ്മളവിടെ പറഞ്ഞൊരു കാര്യമാണ്.
നമ്മളിവിടെ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു ടോട്ടൽ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഈ ഫസ്റ്റത്തെ നമ്മൾ പറയുന്നത് അത് ഫുഡ് വെബാണ്. പക്ഷേ അതിൻ്റെ അടിയിൽ ഒരു ചെയിൻ തന്നിട്ടുണ്ട്. നോക്കിയേ, ഒരു പുല്ല്. ഈ പുല്ലിനെ ആര് കഴിക്കുന്നു? അവിടെ ഒരു ഒരു പുഴു കഴിക്കുന്നു. ആ ഒരു പുഴുവിനെ പിന്നെ ഒരു കോഴി കഴിക്കുന്നു. ഈ കോഴീനെ ഒരു വൂൾഫ് കഴിക്കുന്നു. പിന്നെ അതിനൊരു വൾച്ചർ കഴിക്കുന്നു. ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ എന്താണ്? അതൊരു ഫുഡ് ചെയിനാണ്, വെബല്ല, ഫുഡ് ചെയിൻ. അവിടെ എന്താണ്? ഒരൊറ്റ ലൈനിലാണ്, അതായത് പുല്ലിൽ നിന്ന് തുടങ്ങി അവസാനം ആ വൾച്ചറിൽ അവസാനിക്കുന്നുണ്ട്. ആ ഒരൊറ്റ ലൈൻ ആയതുകൊണ്ട് തന്നെ അതിനെ പറയുന്നത് ഫുഡ് ചെയിനാണ്. വേറെ സിംഗിൾ സീക്വൻസ് അടിയിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇതിൽ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം ഫുഡ് വെബ് ഈസ് ദ ഫുഡ് ചെയിൻ. അപ്പോൾ ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ലൈനാണ്, സിംഗിൾ സീക്വൻസ് ആണ്. അപ്പോൾ നമുക്ക് അതുപോലത്തെ ഒരു ഫുഡ് ചെയിൻ പറയുമ്പോൾ നമുക്ക് എന്തെഴുതാം? പുല്ല്. ഈ പുല്ലിനെ ആര് തിന്നുന്നു? ഒരു പുൽച്ചാടി തിന്നുന്നു. ഈ പുൽച്ചാടിനെ പിന്നെ ഒരു തവള കഴിക്കുന്നു. ഈ തവളേനെ പിന്നെ ഒരു പാമ്പ് കഴിക്കുന്നു. ഈ പാമ്പിനെ പിന്നെ ഒരു ഈഗിൾ കഴിക്കുന്നു. അപ്പോഴും അവിടെ നിന്നാണ് ഈഗിൾ വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എന്തായിട്ട് മാറി? അതൊരു ഫുഡ് ചെയിനായിട്ട് മാറി. അപ്പോൾ ഒരൊറ്റ ലൈനുള്ളത് ഫുഡ് ചെയിൻ. ഇതുപോലെ കുറേ ചെയിനുകൾ ജോയിൻ ചെയ്യുന്നത് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ അടിയിലൊരു ബോക്സ് തന്നിട്ടുണ്ട്, കമ്പയർ ഫുഡ് ചെയിൻ. അപ്പോൾ ഇതുപോലെ ഫുഡ് ചെയിൻ നോക്കിയിട്ട് അതിൽ ആദ്യത്തെയും അവസാനത്തെ ആളുടെ എഴുതാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഗ്രാസ് എന്ന് പറയുന്നതും പിന്നെ ലാസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് വൾച്ചറും കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് ഒരു ഗ്രെയിൻസ് എഴുതാം. ഗ്രെയിൻസിനെ സ്പാരോ കഴിക്കുന്നു. ഈ സ്പാരോയെ വെച്ചാൽ ഒരു കിളി കഴിക്കുന്നു. കുറച്ച് ധാന്യങ്ങൾ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു കിളി കഴിക്കും. ഈ കിളീനെ ഒരു ചെന്നായ കഴിക്കും. ഈ ചെന്നായനെ ഇനി മരിച്ചു കഴിഞ്ഞാൽ പുഴുക്കൾ തിന്നും. അപ്പോൾ അവിടെ വേംസ് അല്ലേ, പുഴുവായിട്ട് മാറി അവസാനം. അപ്പോൾ നമുക്ക് അവിടെ ഫസ്റ്റ് ഗ്രെയിൻസ് മുതൽ വേംസ് എന്ന് എഴുതാം. അതൊരു എക്സാമ്പിളാണ്. പിന്നെ അല്ലെങ്കിൽ വീഡ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടി എഴുതി കഴിഞ്ഞാൽ ചെടീനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പുൽച്ചാടി, തവള, പാമ്പ്, ഈഗിൾ, അതൊരു ചെയിനാണ്. അപ്പോൾ ഒരു ഈഗിളിൽ അവസാനം എഴുതാം. അപ്പോൾ ഇത് നമ്മൾക്ക് നോക്കിയിട്ട് നിങ്ങളതിന് എക്സാമ്പിൾസ് എഴുതാം. ഓക്കെ. പിന്നെ അടുത്ത പേജ് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത പേജിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഫ്രം വിച്ച് ഓർഗാനിസം ഡു ഓൾ ഫുഡ് ചെയിൻ ബിഗിൻസ്? എല്ലാതും തുടങ്ങുന്നത് ആരിൽ നിന്നോ? ഓഫ് കോഴ്സ് നമുക്ക് പറയാവുന്നത് ചെടികളിൽ നിന്നാണ്, പ്ലാന്റ്സിൽ നിന്നാണ് എല്ലാതും തുടങ്ങുന്നത്. ഡോണ്ട് ദേ ഓൾസോ? അപ്പോൾ ഈ ചെടികൾക്കും അപ്പോൾ അവർക്ക് ഭക്ഷണം വേണ്ട. ചെടി ഭക്ഷണം ഇല്ലാണ്ട് അവർ ജീവിക്കും, എല്ലാവർക്കും ഭക്ഷണം വേണം. അപ്പോൾ അവർക്ക് എവിടെ നിന്നാണ് ഈ ഭക്ഷണം കിട്ടുന്നത്? അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ള 3 ചോദ്യങ്ങൾ. അപ്പോൾ അടിയിൽ വന്നിട്ടുണ്ട് ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. അപ്പോൾ ചെടികളിൽ എങ്ങനെ ഭക്ഷണം ഉണ്ടാവും നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ. അപ്പോൾ അടിയിലുള്ള ആ പിക്ചർ നോക്കുക. വിച്ച് ആർ ദ മെയിൻ കോമ്പണൻറ്റ്സ് ദാറ്റ് പ്ലാന്റ്സ് നീഡ് ടു മേക്ക് ദെയർ ഫുഡ്? അപ്പോൾ എന്തൊക്കെയാണ് ചെടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? അടിയിൽ പടം തന്നിട്ടുണ്ട്. ഒരു ചെടിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടത് സൂര്യപ്രകാശം, അതായത് സൺലൈറ്റ് വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വാട്ടർ വേണം. ഇത് ആ പടത്തിൽ നിന്ന് തന്നെ നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിയിലുള്ള 3 പോയിന്റ് നിങ്ങൾ എഴുതാം. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എഴുതാം, രണ്ടാമത്തത് സൺലൈറ്റ് എഴുതാം, മൂന്നാമത്തേത് വാട്ടർ എഴുതാം. അപ്പോൾ സൺലൈറ്റ്, വാട്ടർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളവിടെ ഫില്ല് ചെയ്യുക. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ. അപ്പോൾ പ്ലാന്റ്സിന് ഭക്ഷണം ഉണ്ടാക്കാൻ എന്താ ബോക്സിനകത്തുണ്ട്? CO2, കാർബൺ ഡൈ ഓക്സൈഡും വേണം, വാട്ടറും വേണം. ഓക്കെ. ഫോർ ദിസ് ദേ യൂസ് എനർജി ഫ്രം സൺലൈറ്റ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, വെള്ളം, അതിന് ആരുടെ ഹെൽപ്പ് വേണം? സൂര്യപ്രകാശം വേണം. ദിസ് ആക്ടിവിറ്റി. അപ്പോൾ ഇങ്ങനെ ഈ ചെടികൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോറോഫിൽ ഇസ് എ പിഗ്മെൻറ്റ് ഇൻ ദ ലീഫ് ദാറ്റ് ഹെൽപ്പ് പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ഫുഡ്. അതായത് ചെടികളിൽ പച്ച കളറില്ലേ, ഈ പച്ച കളറുള്ള ചെടികളുടെ ഈ ഇലകൾ മാത്രമേ എന്തുണ്ടാക്കുന്നുള്ളൂ? ഭക്ഷണം ഉണ്ടാക്കുകയുള്ളൂ. പച്ച കളറുള്ളവർ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ ക്ലോറോഫിൽ ഉള്ളവർ മാത്രം, ആ പിഗ്മെൻ്റ് ഉള്ളവർ മാത്രമാണ് എന്തുണ്ടാക്കുന്നുള്ളൂ? ഭക്ഷണം ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഓക്സിജൻ ഈസ് പ്രൊഡ്യൂസ് ആസ് എ റിസൾട്ട്. ഈ ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ റിസൾട്ടായിട്ടാണ് ഓക്സിജൻ വരിക. അപ്പോൾ വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ് എന്ന് ചോദിച്ചാൽ പ്ലാന്റ്സ് മേക്ക് ദെയർ ഓൺ ഫുഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. ആ പ്രോസസ്സിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ആൻഡ് അതിന് വേണ്ടിയിട്ട് ആര് വേണം? ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെൻറ്റ് വേണം. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ടാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് വരുന്നുണ്ട് സോഴ്സ് ഓഫ് എനർജി. നമ്മൾ പറഞ്ഞു സൂര്യപ്രകാശം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമല്ലേ, അതെ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. യു ഹാവ് സീൻ ദാറ്റ് സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ഫുഡ് പ്രൊഡക്ഷൻ. കാരണം സൂര്യപ്രകാശം ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ കണ്ടു. ത്രൂ വിച്ച് പാർട്ട് പ്ലാന്റ്സ് റിസീവ് സൺലൈറ്റ്? ഈ സൂര്യപ്രകാശം ഏതിൽ കൂടിയായിരിക്കും ഈ ചെടികൾ എടുക്കുന്നത്? ഇലയിൽ കൂടി ആയിരിക്കും. ഇലയിൽ വീണിട്ടാണ്, ഇലയമ്മ കൂടിയാണ് ഈ സൂര്യപ്രകാശം ഇങ്ങനെ
എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒബ്സർവ് ദ പിക്ചർ നോക്കാൻ പറയുന്നുണ്ട്. ദ ലീവ്സ് ഓഫ് പ്ലാന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ വേ ദാറ്റ് ദേ റിസീവ് മാക്സിമം സൺലൈറ്റ്. ഇപ്പോൾ ലുക്ക് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ലീവ്സ് ഇൻ ദ ഫോളോയിങ് പിക്ചേഴ്സ്. ഡു യു ഹാവ് ദ ഫൈൻഡ് ഇനി സ്പെഷ്യൽ ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് അടിയിൽ കുറച്ച് ഇലകൾ തന്നിട്ടുണ്ട്. ഈ ഇലകൾക്ക് വല്ല സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളത് ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം. ഫസ്റ്റ് തന്നിട്ടുള്ള ഇല നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഒരില ആദ്യം വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ഇല അപ്പുറത്ത് വരുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തില. അതായത് ഇതിൻ്റെ പറയുന്നുണ്ട് ഓൾട്ടർനേറ്റ് എന്ന് പറയാം. ഒരെണ്ണം വന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മുകളിൽ അടുത്തില, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത്. അപ്പോൾ ഇങ്ങനെ ഓൾട്ടർനേറ്റ് രീതി എന്ന് പറയാം. പിന്നെ അടുത്ത തുളസിയുടെ തന്നിട്ടുണ്ട്. തുളസി നോക്കിയേ, ഒരേ പൊസിഷനിൽ തന്നെ അപ്പുറത്തുനിന്ന് ഒരല ഇപ്പുറത്തുനിന്ന് ഒരല വരും, പിന്നെ അത് കഴിഞ്ഞിട്ട് മുകളിൽ വന്നിട്ട് ഒരേ പൊസിഷനിൽ തന്നെ അടുത്തില. അപ്പോൾ ഇതിങ്ങനെ വരുന്നത് അതായത് ഒരുപോലെ, അതായത് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതാണ് തുളസിയിൽ വരുന്നത്. ഇനി അടുത്ത തന്നിട്ട് നോക്കിയേ, അടുത്ത് നമുക്ക് ബ്ലാക്ക് ബോർഡ് ട്രീ എന്ന് പറയുന്ന ഒരു ട്രീ തന്നിട്ടുണ്ട്. അതിൽ ഒരു ഭാഗത്ത് നിന്ന് തന്നെ ചിലപ്പോൾ 5-6 ഇലകൾ അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഒരു നമ്മൾ ഹോൾഡ് എന്നൊക്കെ പറയും, പക്ഷേ അത് ബ്ലാക്ക് ബോർഡ് ട്രീ കണ്ടോ. അപ്പോൾ ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് എന്തുണ്ട്, ഇലകളെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇൻ യുവർ സറൗണ്ടിങ് ആൻഡ് ഗ്രൂപ്പ് ദം അക്കോർഡിംഗ് ടു ദ സിമിലാരിറ്റി ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ്. അപ്പോൾ ഇനി ഇതുപോലത്തെ നിങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞല്ലോ. അപ്പോൾ മാങ്ങ പറഞ്ഞു, മാങ്ങയിൽ എന്താണ് ഓൾട്ടർനേറ്റ് ആണ്. ആദ്യം ഒരു ഇല, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഇല, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത. അങ്ങനെയാണ്. ഇതുപോലെ 3 നിങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോസാപ്പൂ ഇല്ലേ, റോസാപ്പൂ എന്ന് അവിടെ ഒരു എക്സാമ്പിൾ എഴുതാം. റോസ് എഴുതാം കേട്ടോ. റോസ് ഓൾട്ടർനേറ്റിന് എക്സാമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സൺഫ്ലവർ ഇല്ലേ, സൂര്യകാന്തി ഇത് ഒരു എക്സാമ്പിൾ കേട്ടോ. സൺഫ്ലവർ എഴുതാം. പിന്നെ നമുക്ക് എന്ത് എഴുതാം, മസ്റ്റാർഡും അതൊരു എക്സാമ്പിളാണ്, നമുക്ക് അത് എഴുതാം. ഇനി അടുത്തത് തുളസിയുടെ പോലത്തെ വേറെ എന്താ പറയുക, ഒരു പൊസിഷനിൽ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഓപ്പോസിറ്റായിട്ട് 2 എണ്ണം വരുന്നത് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം അവർ തന്നിട്ട് തെച്ചിപ്പൂവ്, തെച്ചി അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെ അടുത്ത നമുക്ക് എന്ത് എഴുതാം, ഗോവ, അതായത് പേരക്കയുടെ ഇല നോക്കിക്കഴിഞ്ഞാൽ പേരയ്ക്ക അങ്ങനെയാണ്. അപ്പോൾ ഗോവ പേരയ്ക്ക എഴുതാം. പിന്നെ അല്ലെങ്കിൽ ഒലീവ് എന്ന് കേട്ടില്ലേ, ഒലീവിൻ്റെ വെളിച്ചെണ്ണ എന്ന് കേട്ടില്ല. അപ്പോൾ ഒലീവ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഒലീവ് ട്രീസ് എഴുതാം. പിന്നെ അതുപോലെ തന്നെ മിൻറ്റ് എഴുതാം. മിൻറ്റും അവിടെ എഴുതാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടിയിൽ ഒരു പൊസിഷനിൽ ഇങ്ങനെ കുറേ ഇല വരുന്ന ഒരു സംഭവം, അത് എക്സാമ്പിൾസ് വരുമ്പോൾ അതിൽ കേൾക്കാത്ത കുറച്ച് പേരുകളുണ്ടാവും. പക്ഷേ നിങ്ങൾ എഴുതുക. ഇപ്പോൾ അരളി അതിന് തന്നിട്ടുണ്ട്. പിന്നെ വേറെ ഏത് ചെടി, അലോവേര ചെടി കണ്ടിട്ടുണ്ടോ. അലോവേര നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ കുറേ വന്നിട്ട് കാണാം. അലോവേര അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെ അൽസ്റ്റോണിയ എന്ന് പറയുന്നത് കേട്ടിട്ടില്ല, നിങ്ങൾ എഴുതിയാൽ മതി. അൽസ്റ്റോണിയ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് എഴുതുന്നതാണ്. അൽസ്റ്റോണിയ, പിന്നെ സെർഗുള എന്നൊക്കെ പറഞ്ഞാൽ ഞാനവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഡ്രോ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഇൻ വേരിയസ് പ്ലാന്റ്സ് ആൻഡ് പ്രിപ്പയർ ദ, നിങ്ങളത് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ബിഹൈൻഡ് എ ലീഫി ഗ്രീൻ. ബിഹൈൻഡ് ദ ലീഫ് പറഞ്ഞില്ലേ, ഇല പച്ച കളറുള്ള ഇല മാത്രമേ ഭക്ഷണം ഉണ്ടാക്കുകയുള്ളൂ. കാരണം അതിൽ എന്തുണ്ട്, ക്ലോറോഫിൽ ഉണ്ട്, ഒരു പിഗ്മെൻ്റ് ഉണ്ട്, നമ്മളവിടെ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ പറയുന്നത് ദ ലീവ്സ് ആർ ഗ്രീൻ ഇൻ ജനറൽ. മിക്ക ഇലയും പച്ചയാണ്, പക്ഷേ പച്ച അല്ലാത്ത ചെടികളില്ലേ, ഉണ്ട്. കുറേ ചെടികൾ പച്ച കളറല്ലാത്ത ഇലകളുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കുറേ മഞ്ഞ, റെഡ് കളറൊക്കെയുള്ള കുറേ ചെടികൾ കാണാൻ പറ്റും. ബട്ട് യു ഹാവ് മോസ്റ്റ് നോട്ടീസ്ഡ് മൾട്ടി കളേർഡ് ലീവ്സ് കണ്ടിട്ടുണ്ട്. കളക്ട് ഡിഫറെൻറ്റ് കളേർഡ് ലീവ്സ് ഫ്രം യുവർ സറൗണ്ടിങ്, റബ് ദ കളക്റ്റഡ് ലീവ്സ് ഓൺ പ്ലോട്ടിങ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഇല നോക്കിയിട്ട് ആ ഇലേനെ ഇങ്ങനെ റബ്ബ് ചെയ്യുക. അതിൻ്റെ കളർ എന്താണെന്നൊക്കെ ചോദിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ സ്പിനാച്ചിലുണ്ട്, ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ചുറ്റുള്ള ഇലകളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കളർ എന്തൊക്കെയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിൽ എഴുതാം കേട്ടോ. റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഇൻ ദ ടേബിൾ എന്ന സയൻസ് ടേബിളിൽ എഴുതാം. അപ്പോൾ അവിടെ അടിയിലൊരു ബോക്സിൽ വന്നിട്ട് ക്ലോറോഫിൽ ഇസ് ദ ഗ്രീൻ പിഗ്മെൻറ്റ് ഈസ് ദ ലിവർ. അത് കാരണം ഈ ഇലകളിൽ പച്ച കളർ വരാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ് അതിനെ പറയുന്നത്, ക്ലോറോഫിലാണ്. ക്ലോറോഫിൽ ഉള്ളതുകൊണ്ടാണ് എന്ത് വരുന്നത്, ഗ്രീൻ പിഗ്മെൻറ്റ് വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കാം കേട്ടോ. ഇനി അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നമുക്ക് 3rd പാർട്ടായിട്ട് വരാം, കാരണം ഇത്രയും നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോ നിങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.